ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. കർഷക കോൺഗ്രസ് ചേലക്കര മണ്ഡലം കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര കൃഷിഭവന് മുമ്പിൽ ധർണ നടത്തി. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി ഗിരിജൻ അധ്യക്ഷത വഹിച്ചു. കർഷകർക്കെല്ലാം അറിയുന്നുവെങ്കിലും ഈ നാട്ടിൽ കർഷകർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു സമരം കൂടിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചേലക്കര ഗ്രാമപഞ്ചായത്തില് കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ കർഷകർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഇതുവരെ അനുവദിച്ച് കിട്ടുന്നില്ല. അതുപോലെ തന്നെ കർഷകർക്കുണ്ടായിട്ടുള്ള വിളനാശത്തിന് ഇൻഷുറൻസ് പ്രീമിയമായിട്ടുള്ള 8,000 രൂപ പാസ്സായാലും അക്കൗണ്ടിലേക്ക് വരുന്നത് 700 രൂപയായിരിക്കും. അങ്ങനെ പല കർഷകർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വരികയും ഇൻഷുറൻസ് പ്രീമിയം തുക ഇതുവരെ അനുവദിച്ചു കിട്ടാതിരിക്കുന്ന അവസ്ഥയും ഈ ചേലക്കരയിലുണ്ട്. അതുപോലെ തന്നെ കർഷകരുടെ ഇതിനുവേണ്ടി 40% പഞ്ചായത്ത് വക ഫണ്ട് നീക്കിവെക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും കർഷകർക്ക് നാമമാത്രമായ ആനുകൂല്യങ്ങൾ മാത്രം ലഭിച്ചുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്തു. കാര്യമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാർഷിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് CPI. ആ മന്ത്രിയെക്കുറിച്ച് പൊതുവെ നല്ല ഒരു അഭിപ്രായവും മതിപ്പും ഒക്കെ ഉണ്ട്. പക്ഷേ അത് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPIM-നെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ CPIയുടെ ഭാഗത്തു നിന്ന്, കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPIയുടെ ഭാഗത്തു നിന്ന് കർഷക ക്ഷേമത്തിന് വേണ്ടി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്കൊന്നും തന്നെ പണം കൊടുക്കാതെയുണ്ട് ധനകാര്യ വകുപ്പ് വലിയ ഒരു അനാസ്ഥയാണ് കാണിക്കുന്നത്. ഇത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്ഥിതിയും ഇത് തന്നെ. നമുക്കറിയാം, പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് ആ നിയമത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞിട്ടുള്ളത് ഉൽപ്പാദന മേഖലയുടെ കാര്യം തന്നെയാണ്. ഉൽപ്പാദന മേഖല എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ കാർഷിക മേഖലയുടെ ഉൽപ്പാദന മേഖലയ്ക്ക് വേണ്ടി ഇത്ര ഫണ്ട് നീക്കിവെക്കണം എന്നുള്ളത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഭൂരിപക്ഷം വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗ്രാമപഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് PR ദേവിദാസ് ആശംസകൾ അറിയിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി, PA അച്ഛൻകുഞ്ഞ, TA കേശവൻകുട്ടി, KR കേശവൻ, C വിജയൻ, K രാധാകൃഷ്ണൻ, AV പൗലോസ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ ഈ പ്രതിഷേധ സമരത്തിന്റെ വസ്തുതകൾ നമുക്കെല്ലാം വിവരിച്ചു വന്നിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ പ്രതിഷേധിക്കേണ്ടതും സമരം ചെയ്യേണ്ടതും നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ ജനാധിപത്യ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇന്ന് 4 വർഷം പൂർത്തീകരിച്ചതിൻ്റെ ആഘോഷങ്ങൾ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും പിണറായി വിജയനും സംഘവും നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ എന്താഘോഷം അവിടെ നടത്തിയാലും സാധാരണക്കാരൻ്റെ മുഖത്തൊന്ന് നോക്കിയാൽ അവരെല്ലാം നടക്കുന്നത് നെഞ്ചിൽ തീയിട്ട ഒരു പ്രതീതി പോലെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് കർഷകരെ സംബന്ധിച്ചിടത്തോളം ചേലക്കര ഒരു കാർഷിക മേഖലയാണ്. ഇന്ന് ചേലക്കരയിലെ കർഷകർ മുഴുവൻ പേരും ഒന്ന് മനസ്സമാധാനമായി കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുക. അതിന് കാരണം അവർ ചെയ്യുന്ന കൃഷി, അത് ഏത് കൃഷിയായാലും അതിനെ നശിപ്പിക്കുന്ന, അത് എല്ലാ തരം വന്യജീവികളും അതിനെ നശിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും.
ന്യൂസ് ഡെസ്ക് CCV.